കാരണം ഞാൻ ഓഫീസിലൊരു അർജൻറ്റ് മീറ്റിങ്ങിലാണ്. ഞാൻ അങ്ങോട്ട് വിളിക്കും. അരുൺ, ഇനി എത്ര കാലം ഭാര്യയോട് ഇങ്ങനെ കള്ളം പറയും? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പേഴ്സണായിട്ട് ജീവിക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് അരുൺ തന്നെ ഒരു ഡിസിഷൻ എടുക്കുക. ആര്യ, നീ പറയുന്ന പോലെ പെട്ടെന്നൊരു ദിവസം എൻ്റെ ഭാര്യയും മോളെയും കളഞ്ഞിട്ട് നിൻ്റെ കൂടെ വരെ എനിക്ക് പറ്റില്ല. അതുപോലെ ഡിവോഴ്സ് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ അവളുടെ വീട്ടുകാരെ അതെങ്ങനെ കാണുമെന്നൊരു എനിക്കറിയില്ല. നീ എനിക്ക് കുറച്ചുകൂടെ സമയം എന്താ? അരുൺ, ഇത്ര ലേറ്റ് ആവുമെന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ എത്ര പ്രാവശ്യം അങ്ങോട്ട് വിളിച്ചേക്കുന്ന? എടി, ഞാൻ പറയില്ല, ഓഫീസിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. 2 മണിക്ക് തുടങ്ങിയത്, തീർന്നപ്പോൾ 8 മണി കഴിഞ്ഞു. ഓ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈയിടെയായിട്ട് ഓഫീസ് കാര്യം മാത്രം മതിയല്ലോ. പണ്ടൊക്കെ 6 മണിക്ക് വന്നുകൊണ്ടിരുന്ന ആളാ. ഇപ്പം അതുവരെ നടക്കുകയൊന്നുമില്ല. ഭയങ്കര വർക്ക് ലോഡാണ്. പിന്നെ ഞാൻ ഈ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ ശല്യം ചെയ്യില്ല കേട്ടാ. അപ്പം നിങ്ങളൊന്നും കഴിക്കുന്നില്ലേ? ഇല്ല, ഞാൻ കഴിച്ചിട്ടാണ്. ഹലോ. ഹലോ, അരുണിപ്പോൾ എവിടാ? എവിടെ എന്നാ? ഈ സമയത്ത് ഓഫീസിലല്ലാതെ വേറെ എവിടെ കാണാൻ? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? അരുൺ, കാർ അവിടെ ഇടാൻ പറ്റില്ല എന്ന് തിയേറ്ററിന്റെ ബാക്കിൽ പാർക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാനേ പിന്നെ വിളിക്കാം. ഒരെണ്ണം കൂടെ ആക്കിയിട്ട്. ഹലോ. എടോ, നാളെ ഓഫീസിലെന്നാണ് ഞാനിവിടെ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നൈറ്റ് വരെ നിൽക്കാൻ പറ്റത്തില്ല. മോളുടെ സ്കൂളിൽ നാളെ ആനുവൽ ഡേ ആണ്. അറ്റ്ലീസ്റ്റ് അവളെ ഒന്ന് പിക്ക് ചെയ്യാനെങ്കിൽ എനിക്കൊന്ന് പോകണം. വെറുതെ പറയുന്നല്ല, സത്യമായിട്ടും. മോളെ, നാളെ ആനുവൽ ഡേക്ക് അമ്മയുടെ കൂടെ പോയാൽ മതി. അച്ഛൻ ഓഫീസിൽ നല്ല പണിയുണ്ട്. ആ അരുൺ, ഞാൻ ഫ്രഷ് ആയിട്ട് വിളിക്കാം. ഓക്കെ. ആര്യ, ആര്യ, ഞാൻ പറയുന്നത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നീയും അരുണും ക്ലോസ് ആയിട്ടിരിക്കുന്നതിനെക്കുറിച്ച് ജൂനിയേഴ്സിൻ്റെ ഇടയിൽ ഒരു സംസാരമുണ്ട്. അതും അരുൺ നമ്മളുടെ ബോസ് അല്ലേ. സോ പ്രൊഫഷണലി വളരാനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് ഓഫീസിൽ ടോക്ക്. എന്താ, നിനക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? എടാ, അങ്ങനെ അല്ലയെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ എത്രയും ഓപ്പണായിട്ട് പറഞ്ഞത്. എടാ, അരുൺ ഓൾറെഡി മാരീഡാണ്. അതുമല്ല 10 വയസ്സുള്ളൊരു കൊച്ചുമുണ്ട്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ അത് അവരുടെ ജീവിതം കൂടെ ഇല്ലാതാക്കും. എടാ, അരുൺ ആ റിലേഷൻഷിപ്പിൽ ഒട്ടും ഹാപ്പി അല്ല. ഇങ്ങനെ ഇഷ്ടമില്ലാത്തവർ ഒരുമിച്ച് ജീവിക്കുന്നതിനേക്കാളും എത്ര ബെറ്ററാ ഇഷ്ടമുള്ളവർ ഒന്നിക്കുന്നത്. അരുൺ വൈഫുമായിട്ട് പണ്ടേ അൺഹാപ്പി ആണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പുള്ളിയുടെ ഈ ചേഞ്ചസ് ഒക്കെ നീ വന്ന ശേഷമാണ്. ഓ, അപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് കാരണം ഞാനാണെന്നാ നീ പറയുന്നത്? ജെന്നി, ഈ ടോപ്പിക്ക് നമുക്ക് ഇവിടെ വിടാം.
എന്ത് പറ്റി ഈ നേരത്ത്? ഞാൻ പറഞ്ഞ കാര്യം എന്തായി? നോക്ക്, ഈ റിലേഷൻഷിപ്പിൻ്റെ പേരിൽ ഒരു ചീത്ത പേരെയൊക്കെ എനിക്ക് വയ്യ. ഇനിയെങ്കിലും അരുണിൻ്റെ തീരുമാനം എന്താണെന്ന് എനിക്കറിയണം. ആര്യ, ഈ കാര്യം നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. നീ ഇപ്പോൾ ഫോൺ വെക്ക്. ഫോൺ വയ്ക്കുന്നതിന് മുമ്പ് എനിക്കൊരു സത്യം അറിയണം. അരുണും വൈഫുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ ഇതൊക്കെ ഞാൻ വന്നതിന് ശേഷമാണോ? ഇവിടെ നിന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. അതുമല്ല, എൻ്റെ എക്സ്പെക്റ്റേഷന് പറ്റിയ ഒരു ലൈഫ് പാർട്ട്ണറൊന്നും അല്ല അവൾ. നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂടണ്ട. നമുക്ക് നാളെ സംസാരിക്കാം. ഞാൻ ഫോൺ വയ്ക്കും. അവളല്ലേ എല്ലാം പറഞ്ഞു കൊടുത്തോ? അതോ എന്നെപ്പറ്റി ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? കാരണം നിങ്ങളുടെ എക്സ്പെക്റ്റേഷനുള്ള ഭാര്യ അല്ലല്ലേ ഞാൻ. 10-12 കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ട് അതിതുവരെയും പറഞ്ഞില്ലല്ലോ. ഓ, ഞാൻ അണ്ടർസ്റ്റാൻഡിങ് അല്ലല്ലേ? കാരണം എന്ന് നീ വിചാരിക്കുന്ന പോലെ അരുണിന് ഒരുപാട് കള്ളം പറയണ്ട. ഞാൻ എല്ലാം അറിഞ്ഞു. നിങ്ങൾ മൂവിക്ക് പോകുന്നതും നിങ്ങൾ ചാറ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ അറിഞ്ഞു. രാവിലെ മുതൽ വൈകിട്ട് വരെ അവളുടെ കൂടെ ഇരുന്നിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നേ. ഇപ്പം എൻ്റെ കൂടെ കിടന്നിട്ട് പിന്നെ അവളെ വിളിക്കണോ? ആ അരുൺ, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യാത്തെ? എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും എല്ലാം ഞാൻ കളഞ്ഞില്ലേ നിനക്ക് വേണ്ടി? അങ്ങനെയുള്ള എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ അവരുടെ ഭർത്താക്കന്മാരെ പറ്റി ഓരോന്ന് പറയുമ്പോൾ ഞാൻ പറയും, എൻ്റെ ആരോട് അങ്ങനെ അല്ല, അവൻ എന്നെ കഴിഞ്ഞിട്ടേ ആരും ഉള്ളൂ. അരുണെ, ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചിട്ടും നിനക്ക് എന്നോട് ഒരു തരി ഇഷ്ടമില്ലേ? ഒരു കുഞ്ഞുണ്ടായിപ്പോയി. അവളെ ആലോചിച്ചിട്ടാ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇത് അറിഞ്ഞപ്പോ തന്നെ ഞാൻ എല്ലാം ഇട്ടിച്ചു പോയനെ. അവളിതറിഞ്ഞ നിങ്ങൾ അവളുടെ മുഖത്തെങ്ങനെ നോക്കും? ആ കൊച്ചിന് എന്നെക്കാളും ഇഷ്ടം നിങ്ങളെയാ. അച്ഛ അച്ഛന്ന് വിളിച്ചവള് പുറകുന്ന് മാറില്ല. നിങ്ങൾ ഇങ്ങനൊക്കെ പോകുന്നതിന് മുമ്പ് അത് ചിന്തിച്ചുകൂടായിരുന്നോ? മതി, നിർത്താം, എല്ലാം നിർത്താം. മൊത്തം കഴിക്കണമോ? അവിടെ എന്തോ നോയിക്കൊണ്ടിരിക്കുക? നീ എഴുതി അങ്ങോട്ടെ. ഒന്നും എഴുതത്തുമില്ല, പഠിക്കത്തുമില്ല.
എന്തോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഇത് എന്തുവാ? അമ്മ, അച്ഛന് നമ്മളെ വേണ്ടേ? എനിക്കറിയാം അച്ഛന് വേറൊരു ആൻറ്റീനെ ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ അമ്മ ഇങ്ങനെ ഇരുന്ന് കരയാണ്. അങ്ങനൊന്നുമില്ല. ആരാ ഇതൊക്കെ മോളോട് പറഞ്ഞു തന്നെ? അമ്മ വെറുതെ കള്ളം പറയാതെ. അച്ഛൻ നമ്മളെ വിട്ടിട്ട് പോവോ? ഹലോ അരുൺ, പറ. ഹലോ ആൻറ്റി, ഫോൺ കട്ടയില്ല. എൻ്റെ അച്ഛൻ എപ്പോഴും ആൻറ്റിയോടാണ് സംസാരിക്കണേന്ന് എനിക്കറിയാം. പക്ഷെ അത് കാരണം ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കാറില്ല. ഞാൻ ഒരു പ്രാവശ്യം ആൻറ്റീനെ അച്ഛൻ്റെ കൂടെ കണ്ടിട്ടുണ്ട്. അന്ന് അച്ഛൻ ലേറ്റായിട്ടാണ് വീട്ടിൽ വന്ന്. അമ്മ എന്താ ലേറ്റായെന്ന് ചോദിച്ചപ്പം അച്ഛൻ ഓഫീസിൽ നല്ല വർക്കായിരുന്നെന്ന് കള്ളം പറഞ്ഞു. എന്നോട് കള്ളം പറയലെന്ന് പറഞ്ഞ അച്ഛൻ തന്നെ ഇപ്പം നമ്മളുടെ കള്ളം പറയാ. ആൻറ്റിക്ക് അറിയോ, ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇന്ന് ഓരോ ദിവസവും ഞാനും അമ്മയും കരയണതിന് കാരണം അത് ആൻറ്റി മാത്രമാ. പ്ലീസ് ആൻറ്റി, പ്ലീസ്, എനിക്കെൻ്റെ അച്ഛനെ വേണം. കരുണ, നീ എന്നോട് ക്ഷമിക്കണമെന്നോ എല്ലാം മറന്ന് പഴയതുപോലെ സംസാരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പഴയതുപോലെ നിനക്കെന്നെ ഇനിയും കാണാൻ പറ്റുമെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല. അത് ഞാൻ നിനക്ക് ഉറപ്പ് തരാം. ഇന്ന് നമ്മുടെ നാട്ടിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പുകൾ വളരെ കോമൺ ആയി മാറിക്കഴിഞ്ഞു. ചിലപ്പോഴൊക്കെ ടൈം പാസ്സായോ അല്ലെങ്കിൽ മാരേജ് ലൈഫിൻ്റെ ബോറടി മാറ്റാനൊക്കെ തുടങ്ങുന്ന ഇത്തരം റിലേഷൻഷിപ്പുകൾ സീരിയസ് ആകുമ്പോൾ അവിടെ തകരുന്നത് പല കുടുംബങ്ങളാണ്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിക്കുന്നത് സന്തോഷവും സമാധാനമാണ്. അതേതായാലും ഇത്തരം റിലേഷൻഷിപ്പുകളിലൂടെ ലഭിക്കുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരമാണ്. സ്വന്തം കുടുംബത്തിനെ ഓരോ ദിവസവും പറ്റിച്ചും കള്ളം പറഞ്ഞുകൊണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇത്തരം റിലേഷൻഷിപ്പുകൾ തകർത്തെറിയുന്ന സ്വന്തം ജീവിതം മാത്രമല്ല, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ ജീവിതം കൂടിയാണ്. ഇനി നിങ്ങൾക്ക് ഈ ലോകത്ത് ആരോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലെങ്കിൽ പോലും കുറഞ്ഞത് നിങ്ങളിലൂടെ ഈ ലോകത്ത് വന്ന് നിങ്ങളുടെ കുഞ്ഞിനോടെങ്കിലും അല്പം കമ്മിറ്റ്മെൻറ്റ് കാണിക്കും. അവർ കണ്ടു വളരേണ്ടത് ഇതൊന്നുമല്ല.
ഈ വീഡിയോ കണ്ട് ചിലരെങ്കിലും മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. സ്വന്തം കുഞ്ഞിനെ ഓർത്തെങ്കിലും ആരും ഇത്തരം റിലേഷൻഷിപ്പുകളിൽ വീഴാതിരിക്കും. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പുകൾ ഒരു കുടുംബത്തെ എന്തെല്ലാം രീതിയിൽ ബാധിക്കുമെന്ന് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. SK Talks ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി പോസിറ്റീവ് മെസ്സേജ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK Talksന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK Talksന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK Talksന്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ ഇതേ നൽകുന്ന